അസ്സലാമലൈക്കും. നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് ലക്ഷം വീട് കോളനിയിലുള്ള റഫീഖിന്റെ ഒരു വിഷയമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന്. റഫീഖിന് 3 വർഷം മുമ്പ് ബൈക്ക് ആക്സിഡന്റ് പറ്റിയതാണ്. റഫീഖിന്റെ കാലിനാണ് പരിക്ക് പറ്റിയത്. ലോറിയാണ് കാലുമേ റഫീഖിന്റെ കയറിയത്. ഇപ്പോ 3 വർഷമായിട്ട് റഫീഖ് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലില് റാവുജി റാവു ഡോക്ടറാണ് ഇപ്പൊ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. റഫീഖിന് ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇപ്പൊ റഫീഖിന് ഇത് പറ്റിയ സമയത്ത് റഫീഖിന്റെ തൊടയിൽ നിന്നാണ് സ്കിൻ എടുത്തിട്ട് കാലിൽ വെച്ചിരിക്കുന്നത്. 2 തൊടയിൽ നിന്നും സ്കിൻ എടുത്തിട്ടാണ് റഫീഖിന്റെ കാലിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോ എത്രയും പെട്ടെന്ന് ഒരു സർജറി പറഞ്ഞിരിക്കുകയാണ്, ഒരു എല്ല് വെക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുടുംബത്തിന് റഫീഖ് അല്ലാണ്ട് വേറെ ആരുമില്ല. ഉപ്പാക്കാണെന്നുണ്ടെങ്കിൽ 2 അറ്റാക്ക് കഴിഞ്ഞു, 2 കിഡ്നിയും തകരാറായിട്ട് അതിന് മരുന്ന് മേടിക്കാനും കാര്യങ്ങൾക്ക് പോലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് റഫീഖും കുടുംബവും കഴിഞ്ഞു പോണേ. വേറെ ആരും ഇല്ല ഇവർക്ക്. ഇതുവരെ ഇവരുടെ കൂട്ടുകാരും ഇവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ സഹായത്താലാണ് ഇവർ കഴിഞ്ഞു പോയത്. എന്റെ FBയിൽ എന്നെ ഒരു കമന്റാണ് റഫീഖ് ഇട്ട്, എന്നെ സഹായിക്കണമൊക്കെ, എനിക്ക് സർജറിക്കും കാര്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള നിവൃത്തിയില്ല, എന്റെ ഉപ്പാക്കും വയ്യ, എന്റെ ഉമ്മ ഈ താത്ത ഇവിടെ ഉള്ള ഈ കോളനിയിലുള്ള വീടുകളിൽ ഓരോ കുടം വെള്ളം കോരി കൊടുത്തിട്ടാണ് അതിന് കിട്ടുന്ന, അതായത് ഒരു കുടം വെള്ളത്തിന് 5 രൂപ വെച്ചിട്ട് ഓരോ കുടം വെള്ളം കോരി കൊടുത്ത് അതിന്ന് കിട്ടുന്ന കാശും കൊണ്ടാണ് ഈ ഉപ്പാക്കും ഈ റഫീഖിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അത്രയും നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ സഹായിക്കണം. ഇതുപോലൊരു അവസ്ഥയും ഇതുപോലൊരു കുടുംബത്തിന് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ആളുകളുടെ മുമ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്, കൈവിടരുത്. 28 വയസ്സായിട്ടുള്ളൂ റഫീഖിന്. ഈ മോനല്ലാണ്ട് ഈ ഉമ്മാക്കും ഉപ്പാക്കും ആയിട്ട് വേറെ ആരുമില്ല. ഉപ്പാക്കാണെന്നുണ്ടെങ്കിൽ ഈ ഡയാലിസിസിനും കാര്യങ്ങൾക്കും ഒന്നും പോവാൻ പോലുള്ള ഒരു കാശും ഇല്ലാണ്ട് ലക്ഷം വീട് കോളനിയിലാണ് ഇവരുള്ളത്. ആണ് ഈ വീടിന്റെ ഒക്കെ അവസ്ഥ. കാരണം ആരുമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളും കാരണം കൊണ്ടാണ്. കോവിഡ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ആളുകൾ എന്നുള്ളതൊക്കെ. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാ ആളുകളും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. നല്ലവരായ പ്രവാസികളും നല്ലവരായ ജനങ്ങളും ഞാൻ റഫീഖിനും ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. ഇവർക്ക് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. ഇതിൽ റഫീഖിന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, റഫീഖിന്റെ ഗൂഗിൾ പേ നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഈ കുടുംബത്തിന് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. കൈവിടരുത് ഈ കുടുംബത്തെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.